നെഹ്റു കുടുംബത്തിനെതിരെ ശശി തരൂർ എം.പി. രംഗത്ത് വന്നിരിക്കുകയാണ്. മംഗളം ദിനപത്രത്തിലെ ലേഖനത്തിലാണ് രാഹുലിനെയും പ്രിയങ്കയും സോണിയാഗാന്ധിയും പരോക്ഷമായി തരൂർ വിമർശിച്ചിരിക്കുന്നത്. കുടുംബവാഴ്ചയ്ക്കെതിരെയാണ് തരൂരിൻ്റെ ഈ രൂക്ഷ വിമർശനം. കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭീഷണി എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിലാണ് തരൂരിൻ്റെ ഈ വിമർശനം. കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വാദ്ര എന്നിവരെ ഉൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ സ്വാധീനം രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മ അവകാശം ആണ് എന്നുള്ള ധാരണയ്ക്ക് ഇത് അടിത്തറയിടുന്നത് എന്നുള്ളതാണ് തരൂരിൻ്റെ വിമർശനം. ശിവസേന, സമാജ്വാദി പാർട്ടി, ബീഹാറിൽ ലോക് ജനശക്തി പാർട്ടി, ശിരോമണി അകാലിദൾ, കശ്മീരിലെ PDP, DMK എന്നീ പാർട്ടികളെയും കുടുംബവാഴ്ചയുടെ പേരിൽ തരൂർ വിമർശിക്കുന്നുണ്ട്. തെലങ്കാനയിൽ ഭാരത് രാഷ്ട്ര സമിതിയുടെ സ്ഥാപകൻ K. ചന്ദ്രശേഖര റാവുവിൻ്റെ മകനും മകളും തമ്മിൽ പിന്തുടർച്ച അവകാശ പോരാട്ടം നടക്കുകയാണ് എന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേതാക്കളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്ന രീതി വരണം. ഇതിനായി വോട്ടർമാർക്ക് വിദ്യാഭ്യാസം നൽകാനും ശാക്തീകരിക്കാനുമുള്ള കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. കുടുംബ ആധിപത്യങ്ങൾ അവസാനിപ്പിക്കാൻ നിയമപരമായി നിർബന്ധിതമായ കാലാവധി ഏർപ്പെടുത്തുന്നത് മുതൽ അർത്ഥവത്തായ ആഭ്യന്തര പാർട്ടി തിരഞ്ഞെടുപ്പുകൾ നിർബന്ധമാക്കുന്നത് വരെയുള്ള അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ് എന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കുടുംബവാഴ്ച രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത്. കഴിവ്, പ്രതിബദ്ധത അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ഇടപെടൽ എന്നിവയേക്കാൾ പാരമ്പര്യത്തിന് പ്രാധാന്യം ലഭിക്കുമ്പോൾ ഭരണത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും ഗുണനിലവാരം കുറയ്ക്കുന്നു. കോൺഗ്രസുമായി കടുത്ത ഭിന്നത പരസ്യമാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയിരുന്ന തരൂർ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നെഹ്റു കുടുംബത്തിന് എതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസിൽ കുടുംബവാഴ്ച എന്ന BJP ആരോപണം സാധൂകരിക്കുന്നതാണ് ശശി തരൂരിൻ്റെ ഈ ലേഖനവും. BJP തുടർച്ചയായി കോൺഗ്രസിലെ കുടുംബവാഴ്ച ആയുധമാക്കുമ്പോൾ തന്നെയാണ് അതേ അഭിപ്രായത്തെ ലേഖനത്തിലൂടെ തരൂർ സാധൂകരിക്കുന്നത്. മോദിയെ അനുകൂലിച്ചും കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ എതിർത്തും മുമ്പും തരൂർ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരത വിവരിച്ചും വിമർശിച്ചും തരൂർ എഴുതിയ ലേഖനം കോൺഗ്രസിനെ ഉലച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെയുള്ള മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തിയ തരൂരിൻ്റെ നിലപാട് കോൺഗ്രസിനുള്ളിൽ തന്നെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വിദേശ രാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള സംഘത്തിൽ തരൂരിനെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ സ്വയം സ്ഥാനാർത്ഥിയായും തരൂർ കോൺഗ്രസിനെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു.